ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനൈറ്റ്സ് വ്ളോഗ്. ഇന്നൊരു ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷനായിട്ട് ഉമ്മാൻ്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും കൂടി കൊടൈക്കനാലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനൊക്കെ ആദ്യം തന്നെ പോയിട്ടോ. അപ്പോൾ അതാ 3 മണിയായിട്ടുണ്ട് സമയം. ഇപ്പോഴാണ് വണ്ടി വരിക. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കാണ് കേട്ടോ. എല്ലാവരും ഒരു സ്ഥലം വെച്ചിട്ടുണ്ടായിരുന്നു, അവിടേക്ക് വണ്ടി കയറാൻ വരാമെന്നാണ് പറഞ്ഞത്. എന്റെ മോമിനെ കാണിക്കട്ടെ. ഹലോ, വണ്ടി വരത്തേക്ക് എല്ലാരും എന്താ അച്ചു കാട്ടിന്? റെസ്റ്റ് എടുക്ക്, കുറച്ച് റെസ്റ്റ് എടുക്കണം അല്ലേ? ഇച്ചു റെസ്റ്റ് എടുക്കേ. ഞാനും ഉണ്ടോ? ഇതിലെ പിച്ചക്കാരന്മാരാണ്. എന്റെ വേറെയാണ് പുതിയ ഡ്രസ്സ്. ആരും വന്നിട്ടില്ല ഗൈസ്. ഇനി കുറെ ആൾക്കാർ വരാണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് എത്തിയിരിക്കുന്നു. അത് അതിനെ തൂക്കിട്ട് പോണത്. ഹായ് വര, ഹായ് വരടാ. ഇതെന്താ ഈ ചക്കി ഇങ്ങനെ? അവിടെ വെക്കുന്നു. അവിടെ ടിക്കറ്റ് വെക്കാനും പറ്റില്ല. പുറത്താ? ഇച്ചും കൂടെ വന്നോ? ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാവരും ഓരോ സ്ഥലത്തു നിന്നൊക്കെ കയറ്റിപ്പോൾ എല്ലാവരും ബസ്സിലൊരു സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പകുതി മുക്കാലും ഈ ബസ്സിലിരിക്കുന്നത് മ്യൂട്ടാക്കിയിട്ടായിരിക്കും ഇടുണ്ടാവുക. കാരണം ബസ്സിൽ പാട്ടൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഈ ചാനലിലേക്ക് ഈ പാട്ടിട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് കൂടുതലും മ്യൂട്ടാക്കിയിട്ടായിരിക്കും ഇടുണ്ടാവുക. ഇച്ചും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ ബാക്കിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫോണൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ രാവിലെ എല്ലാവരും ഇങ്ങനെ നേരത്തെ തന്നെ പുലർച്ചയ്ക്ക് എണിച്ചുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒരു സൈഡാണ് മുണ്ടാതെ എല്ലാവരും പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ നോക്കി വീഡിയോസൊക്കെ എടുത്തിരിക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ ചായയും പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് വണ്ടി ഇരുന്ന് കുറച്ച് നേരം യാത്ര ചെയ്യുമ്പോഴേക്കും പുറത്ത് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കുറച്ച് എനർജിയൊക്കെ വന്ന സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും കുറച്ച് ഡാൻസൊക്കെ കളിച്ച് വൈബ് അടിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഫുൾ DJയും ഡാൻസൊക്കെ വെച്ച് ഫുൾ വൈബ് അടിക്കായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ എല്ലാവരും സൈഡായി അവൻ്റെ സീറ്റിൽ തന്നെ പോയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രത്തിനുള്ളിൽ തന്നെ തമിഴ്നാട് കൊടൈക്കനാൽ എത്തിയിട്ടോ. നമ്മൾ ഹിൽസ് കയറാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഞാൻ അവിടെ ഹിൽസ് കയറാൻ പോകുമ്പോൾ തന്നെ വെയിലും വന്നു തുടങ്ങിയിട്ടോ. പക്ഷേ വെയിലുണ്ടെങ്കിലും അങ്ങനെ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ മുടിയൊക്കെ കണ്ടോ ഫ്രണ്ട്സ്, ഫുൾ കേട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് ഇനി എന്തായാലും അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റാം. കണ്ണൊന്നും കാണില്ല. ഒരു പെണ്ണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ. ഞാൻ പൊങ്ങി, എനിക്ക് വയ്യ. ഞാൻ എത്ര
ഈ പെണ്ണ് തള്ളി തള്ളി വിടുന്നു, ഇത് ശരിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആദ്യം ഈ സിൽവർ കാസ്കേഡ് പാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടോ. ഇവിടെ പറഞ്ഞാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് മലൻ്റെ മേലെ ഇങ്ങനെ ഒഴുകി വരുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ഏതൊരു സാഹചര്യത്തിൽ എന്താ പറ്റി? അവള് വീഡിയോ ഇല്ലേ? പിന്നെ ഞങ്ങൾ ഈ കോക്കേഴ്സ് ആൾക്കാരുടെ ഒരു സ്ഥലത്തേക്ക് വന്നു കേട്ടോ. കണ്ടില്ല ഇക്ക കവർ എവിടെ? ആ ബാഗിലിട്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കൊടൈക്കനാലിൽ വന്നിട്ടില്ല, തമിഴ്നാട്ടിലേക്ക് വന്നു. ടിക്കറ്റ് ഉണ്ടോ ഇവിടെ? അതാ കേറുന്നത് കണ്ടതോള് പല പുഴുക്കൾ അരിച്ചു കയറണമായി കയറുന്നതാ. ഇത് ഷെമി അതാണ് ഈ ഫോട്ടോ എടുക്ക കയറിയിരിക്കുന്നത്. നീ ഫോട്ടോ എടുത്തോ? ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. നമ്മൾ ഇതിൻ്റെ മേലെ നിന്നൊരു വ്യൂ പോയിന്റ് വരെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. സൈഡിലായിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ, കഴിക്കണ ഫുഡ്സ്, സ്നാക്സൊക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ക്ലൗഡ്സൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണ പോലെ തന്നെ ഉണ്ട് കാണാൻ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. നിങ്ങളിവിടേക്ക് വരികയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല രസമാണ് ഈ ക്ലൗഡ്സൊക്കെ ഇങ്ങനെ കാണാനായിട്ടും ഈ ചെറിയ ചെറിയ വീട് പോലെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു വ്യൂ തന്നെ കാണാൻ മൊത്തത്തിൽ. ഒരാള് വീഡിയോ എടുക്കുന്നു, ഒരാള് ഫോട്ടോ മഞ്ഞ് മൂടിയിരിക്കണ്. നോക്കടി, ഒന്നും കാണില്ലല്ലോ അഫ്സ, മഞ്ഞ് മൂടിയിട്ട്. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഈ വ്യൂ പോയിന്റിലേക്ക് വന്നോട്ടോ. കൈകാലം അടക്കി വെച്ച് ഒതുക്കി വെച്ച് നടന്നു. കൈകാലം ഒതുക്കി വെച്ച് നടക്കും. വള്ളം വണ്ടിയിലാണ്.
കണ്ണോട് കണ്ടപ്പത്തും ಮೂರು ಜೋಡಿ ಕಮ್ಮಣ್ಣೂರು 6 ಜೋಡಿ ಕಮ್ಮಣ್ಣೂರು ഇവിടെ നോക്കാനേ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഫോണ് ഏതി കൂടെ പോണ്ടി നോക്കണി മേഘ എത്ര സ്പീഡിലാണ് സ്ഥലം കാണാൻ പോവാ. കഴിച്ചോ? അത് എനിക്കൊന്നും വേണ്ട. നിങ്ങളല്ലേ കൊടുത്തു അവന്റെ ഉമ്മാരെ കൊടുത്തു. അവന്റെ ഉമ്മാരെ ഇല്ല പറഞ്ഞു ചില്ലറ വേണം. പിന്നെ ഇവിടെ നിങ്ങൾ നേരെ ഇവിടുത്തെ മെയിൻ സ്ഥലമായി ഗുണാക്കേളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമുക്ക് പാർട്ട് 2 ഒക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.